പേര് ആൻഡോ. എൻ്റെ വീട് തൃശ്ശൂരാണ്. എനിക്ക് ഒരു 20 വർഷത്തോളമായി കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചികിത്സയിലും പല പ്രാവശ്യം സർജറികളും തന്നെ ആവശ്യമുണ്ടായിട്ടുണ്ട്. എൻ്റെ കിഡ്നി സ്റ്റോൺ സ്ഥിരമായിട്ട് എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. 3 സെൻറ്റിമീറ്റർ വരെ ഒക്കെ വരും. അത് എല്ലാ പ്രാവശ്യം ട്യൂബിൽ ബ്ലോക്കായി നിൽക്കുമ്പോൾ സർജറി അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 11 പ്രാവശ്യം എൻ്റെ കിഡ്നി സ്റ്റോണിന് വേണ്ടി കിഡ്നി സർജറി നടത്തി തന്നെ എടുത്തിട്ടുണ്ട്. കൂടാതെ 10-12 പ്രാവശ്യം ലിത്തോട്രിപ്സി സ്റ്റോൺ പൊടിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ URS 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം പല ഇംഗ്ലീഷ് ഡോക്ടർമാരെയും ആയുർവേദം, ഹോമിയോ, പല തരത്തിലുള്ള ഒറ്റമൂലികളെല്ലാം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിരുന്നു. ഇതിലൊന്നും അത് മാറിയില്ല. ഡോക്ടർ ഒരു റീസൺ പറഞ്ഞിരുന്നത് കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലേക്കുള്ള ട്യൂബ് യൂറിറ്ററിന് വളരെ തിന്നാണ്, ചെറിയ തരികൾ പോലും അതിൽ പോകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ വല്യപ്പൻ്റെ മകൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അങ്ങൊരു സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസദനത്തെ പറ്റി അറിയുന്നതും. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി ഇവിടെ വരികയും പ്രാർത്ഥനയിൽ കൂടുകയും ഉണ്ടായി. പ്രാർത്ഥനയ്ക്ക് ശേഷം വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ വളരെ നേരം നിന്നതിന് ശേഷം അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു. അച്ഛൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞത് സ്റ്റോൺ പോകും, അത് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ലെഫ്റ്റ് കിഡ്നിയിൽ 2 സെൻറ്റിമീറ്ററോളം 20 mm വലുപ്പമുള്ള സ്റ്റോൺ ഉണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഞാൻ 14-ാം തീയതി ചെറിയ വേദനയൊക്കെ തോന്നി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 2 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന സ്റ്റോൺ ചെറിയ പീസുകളായി പൊടിഞ്ഞിരുന്നു. അത് എല്ലാം തന്നെ യൂറിൻ വഴി പാസ് ചെയ്ത് പോവുകയും ചെയ്തു. ചെറിയ തിന്നായ യൂറിറ്റർ കൂടെ ചെറിയ സ്റ്റോൺ പോലും പോകില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എൻ്റെ യൂറിറ്റർ വഴി വളരെ വലിയ സ്റ്റോണുകൾ പോലും പോയിരുന്നു. ഞാൻ കളക്ട് ചെയ്ത സ്റ്റോണുകളാണ് ഈ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.